ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ അനുകരിക്കണമെന്നല്ല, എന്നാലും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഉന്മേഷവും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്നത്തെ ടിപ്സായിട്ട് ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾക്കൊരു പ്രചോദനം എന്ന നിലയ്ക്ക് പറയുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, നമ്മുടെ അതായത് പ്രസവശേഷം, അതുപോലെ ഋതുമതിയാകുന്ന സമയത്ത് എല്ലാം നമ്മളെ സ്കിന്നിൻ്റെ മസിലുകൾ തൂങ്ങി അയവ് വരുന്ന കിടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ണം ഉണ്ടായിരുന്ന ഒരാൾ വണ്ണം കുറയുന്ന സമയത്ത് അവരുടെ സ്കിൻ എന്താണ്, ഒരു എലാസ്തികത പോയി ഒരു തൂക്കം, അതായത് ആ ഒരു ഭാഗത്ത് ഒരു തൂക്കം. ചില ആൾക്കാർക്ക് കൈയുടെ വണ്ണം, തുടയുടെ ഉൾഭാഗം, അതുപോലെ നമ്മുടെ പുറകുവശം, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ, ബ്രസ്റ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഒരു എന്താ പറയുക, വര വരുന്നുണ്ട്. അപ്പോൾ ഈ വരയെല്ലാം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഈ എലാസ്തികത നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോഴാണ് ഇതിന് ഒരുപാട് തൂക്കം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആ ഭാഗം വലിച്ച് നീട്ടുന്നൊരവസ്ഥ, അതായത് വലിച്ചിലുണ്ടാകുന്ന സമയത്താണ് നമുക്കത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു കൊക്കോ പൗഡർ, അതായത് കൊക്കോ ക്രീം, അല്ലെങ്കിൽ അതിനുള്ള സിറമോ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പൗഡറുണ്ട്, അങ്ങനെ പൗഡർ യൂസ് ചെയ്താൽ ഒരുപാടൊന്നും പോകത്തില്ല. കൊക്കോ ക്രീം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെണ്ണ പുരട്ടി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് എന്തിനാണ്, ഇതിൻ്റെ ഇലാസ്തികത നമ്മുടെ ആ ഭാഗത്ത് വലിച്ചിൽ കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കും. അപ്പോൾ അത് വളരെ നല്ല ടിപ്സാണ്. പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പറയാൻ വന്നത്, നമുക്ക് മസാജ്, നമ്മൾ ഈ സമയത്ത് ഇത് കഴിഞ്ഞ് പ്രസവം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം മസാജ് വളരെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മസാജിങ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മസാജിങ്ങിലൂടെ നമുക്ക് ഈ സമയത്തെല്ലാം മസാജിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, മസാജിങ്ങിലൂടെ ശരീരം മുഴുവനും ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ, മസാജിങ്ങിലൂടെ ശരീരത്ത് ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസവും സന്തോഷവും, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മനക്ലേശം, സമ്മർദ്ദം, ഇതെല്ലാം കുറയുന്നതിന് സഹായിക്കും. അതുപോലെ ശാന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു. അതുപോലെ തലയിൽ മസാജ് ചെയ്തുകൊണ്ട് മൈഗ്രെയിൻ, തലവേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ പിരിമുറുക്കം ഒഴിവാക്കി മികച്ച ശരീരചലനം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു. അതുപോലെ പിന്നെ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് നമുക്ക് ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുന്നു, നല്ല ഉറക്കം ലഭിക്കുന്നു. മസാജിങ് ചെയ്യണത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. നമ്മളൊരു ഫേഷ്യൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടി കുറച്ച് ദിവസമെങ്കിലും ആ ഒരു സ്കിന്നിന് നല്ലൊരു തൂക്കം വരാതെ, നല്ല അയവൊന്നും വരാത്ത, നല്ല പിടുത്തം കിട്ടുന്നൊരു സ്കിന്നായിട്ട് ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ മുറിവുണങ്ങാൻ, നമ്മളിപ്പോൾ കായിക താരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും